പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിൽ കോൺഗ്രസ് നേതാക്കളായ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും നടത്തിയ കോടികളുടെ തട്ടിപ്പിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും എറണാകുളം ഡി.സി.സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും പെരുമ്പാവൂർ എം.എൽ.എ. എൽദോസ് കുന്നപ്പള്ളിയും പ്രതികരിക്കണമെന്ന് യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ്. സതീഷ് ആവശ്യപ്പെട്ടു. പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിനെതിരെ നിക്ഷേപകരും സഹകരണ സംരക്ഷണ മുന്നണിയും ചേർന്ന് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെറും കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല, ഇവിടുത്തെ ഡി.സി.സി മെമ്പർമാർ ഉൾപ്പെടെ പെരുമ്പാവൂർ നഗരസഭയുടെ മുൻ ചെയർമാനായിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള സമുന്നതരായ നേതാക്കന്മാരാണ്. ഇപ്പൊ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് പുറത്തു വന്നിട്ടും ഇതിനെതിരെ കമാന്നൊരു അക്ഷരം കോൺഗ്രസ് നേതൃത്വം പറയുന്നില്ല. വി.ഡി. സതീശനും ഇവിടുത്തെ ഡി.സി.സി പ്രസിഡന്റ് എല്ലാം ഈ കാര്യത്തിൽ പ്രതികരിക്കണ്ടേ? സ്വാഭാവികമായി നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന ആളാണല്ലോ വി.ഡി. സതീശൻ. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ യോഗത്തിനിരിക്കുന്ന ആളുകളല്ലേ ഇവിടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള നേതാക്കന്മാര്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ എന്താണ്? നിങ്ങളുടെ നിലപാട് ഈ കാര്യത്തിൽ എന്താണ്? നിങ്ങളുടെ സമീപനം ഇത് പറയണ്ടേ? ചെറിയ കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ട് ഒരു വലിയ സ്ഥാപനത്തെ നശിപ്പിച്ചിരിക്കുന്നു. 18 പേരാണ് ക്രമവിരുദ്ധമായി വായ്പ എടുത്ത് കൊണ്ടുപോയെന്നാണ് ഇവിടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ചെറിയ സ്ഥലം വെച്ചിട്ട് കോടിക്കണക്കിന് രൂപയാണ് എടുത്തിട്ടുള്ളത്. 50 ലക്ഷം രൂപ വാല്യുവേഷൻ ഉള്ള സ്ഥലത്ത് 3 കോടി രൂപ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വായ്പ എടുത്തിരിക്കുകയാണ്. അത് കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ്. അതാണ് വി.ഡി. സതീശൻ മറുപടി പറയണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഡി.സി.സി പ്രസിഡന്റ് പറയണമെന്ന് പറയുന്നത്. ഇത് ആരെങ്കിലും സാധാരണ ആളുകൾ നടത്തിയ തട്ടിപ്പല്ല. കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരാണ് തട്ടിപ്പുകാരായ മുഴുവൻ ആളുകളും. അപ്പൊ സമുന്നതരായ കോൺഗ്രസ് നേതാക്കന്മാർ ഈ ക്രമക്കേടിൽ പെട്ടിട്ട് പോലും ഈ നാട്ടിലെ എം.എൽ.എക്ക് ഒരു അഭിപ്രായമില്ല, ഡി.സി.സി പ്രസിഡന്റിന് ഒരു അഭിപ്രായമില്ല, പ്രതിപക്ഷ നേതാവ് എറണാകുളം ജില്ലക്കാരൻ കൂടിയാണ്, അദ്ദേഹത്തിന് ഒരു അഭിപ്രായമില്ല. കോൺഗ്രസ്സുകാർ കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. തട്ടിപ്പ് നടത്തിയവർക്ക് അനുകൂലമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ജനങ്ങൾ വിശ്വസിച്ചാൽ അതിന് തെറ്റു പറയാൻ കഴിയില്ല. ആ രൂപത്തിലാണ് നിൽക്കുന്നത്. ഇത്രയും വിഷയങ്ങൾ പുറത്തു വന്നില്ലേ, എന്നിട്ടും എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? അതുകൊണ്ട് കള്ളന്മാരെ സംരക്ഷിക്കുന്നവരായി ഇവിടുത്തെ എം.എൽ.എയും ഡി.സി.സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മാറി എന്നുള്ളതാണ് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്ന അഭിപ്രായം എന്നുള്ളതാണ് കാണേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണം. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് പാർട്ടിയിൽ ഡി.സി.സി അംഗങ്ങൾ ആയിരുന്നവരും പ്രാദേശിക നേതാക്കളും യു.ഡി.എഫിലെ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കളുമാണ് പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘം മാറി മാറി ഭരിച്ചു വന്നത്. നിക്ഷേപത്തുക തിരികെ നൽകാതെയും ഒരു വസ്തുവിൽ തന്നെ നിരവധി പേർക്ക് ലോണുകൾ നൽകിയും 100 കോടിയിൽ അധികം രൂപയുടെ വലിയ തട്ടിപ്പാണ് പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘം നടത്തിയിട്ടുള്ളത് എന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. മുൻ ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും അടങ്ങുന്ന 18ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നും സമരക്കാർ പറയുന്നു. ഇത്തരം തട്ടിപ്പുകാരുടെ വസ്തുവകകൾ കണ്ടുകെട്ടി ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പണം നഷ്ടപ്പെട്ട സഹകാരികൾക്ക് ഇത് തിരികെ ലഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ സഹകരണ സംരക്ഷണ മുന്നണി നേതൃത്വം ആവശ്യപ്പെട്ടു. പെരുമ്പാവൂർ ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിലും പിന്നീട് നടന്ന പ്രതിഷേധ ധർണയിലും സഹകാരികൾ അടക്കം 100 കണക്കിന് ആളുകൾ പങ്കാളികളായി. സഹകരണ സംരക്ഷണ മുന്നണിയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാം ചേർന്ന് ഈ കാര്യത്തിനകത്ത് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് അതിനെന്താണോ മാർഗം കണ്ടുപിടിക്കണം. ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം. ഇല്ലേ, കോടിക്കണക്കിന് രൂപ സ്വത്തായി ഇവര് ഇപ്പോ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആ സ്വത്തെല്ലാം വിൽപ്പന നടത്തിയും ലേലം ചെയ്തും ആ ആളുകൾക്ക് പൈസ തിരിച്ചു കൊടുക്കണം. പലരും ഇപ്പോ ഇവിടുത്തെ മുൻ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സും പ്രസിഡന്റും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അവരവരുടെ പേരിലുള്ള സ്വത്ത് ഇപ്പോ മറ്റാരുടെയൊക്കെ പേരിലേക്ക് എഴുതി കൊടുക്കുന്നു എന്ന വാർത്തയും നാട്ടിൽ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് പണം കൊടുക്കാനുള്ള ശേഷിയില്ല. ആ നിലയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വരെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോലീസ് എത്രയും വേഗം ഈ പ്രതികൾക്കെതിരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് അതിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ നടപടി ഉണ്ടാകണം.